പ്രോസിക്യൂട്ടർ സംസാരിക്കുകയാണ്. കൊലപാതക കുറ്റം നേരിട്ട് തെളിയാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 9 മുതൽ 12 വരെ പ്രതികൾ, അകത്ത് കയറിയ 1 മുതൽ 8 വരെ പ്രതികൾക്ക് സഹായികളായി പുറത്തു നിന്ന 9 മുതൽ 12 വരെ പ്രതികളെ ഇന്ത്യൻ ശിക്ഷാ നിയമം 149 വകുപ്പിന്റെ സഹായത്തിൽ അവർക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞിട്ടുള്ളതായി കോടതി കണ്ടെത്തി കഴിഞ്ഞു. അതേപോലെ തന്നെ ഈ കൊലപാതകത്തിന് ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്ത 13, 14, 15 പ്രതികൾ, അവരെയും ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയുന്ന ഗൂഢാലോചനയും കൊലപാതക കുറ്റത്തിന്റെയും സഹായത്തിൽ 302 വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യം അവർക്കെതിരെയും തെളിഞ്ഞിട്ടുള്ളതായി കോടതി കണ്ടെത്തി. അതുകൂടാതെ തന്നെ ഇപ്രകാരമുള്ള കൊലപാതകം നടക്കുന്ന സമയത്ത് രഞ്ജിത്തിന്റെ മാതാവിനെയും രഞ്ജിത്തിന്റെ ഭാര്യയെയും ഉപദ്രവിച്ച പ്രതികൾക്കെതിരെയുള്ള കുറ്റകൃത്യവും കോടതി കണ്ടെത്തി കഴിഞ്ഞു. വീട്ടിൽ അതിക്രമിച്ച് കടന്നു കയറുകയും അതുപോലെ തന്നെ കോമ്പൗണ്ടിൽ അതിക്രമിച്ച് കടന്നു കയറിയ കുറ്റകൃത്യങ്ങള്, അതേപോലെ തന്നെ വീട്ടിൽ നാശനഷ്ടങ്ങൾ വരുത്തിയ കുറ്റകൃത്യങ്ങള്, തെളിവ് നശിപ്പിച്ച കുറ്റകൃത്യങ്ങൾ, ഇവയെല്ലാം പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ ആരോപിച്ചിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും സംശയത്തിന് അതീതമായി തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളതായിട്ടാണ് കോടതി ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് മുഴുവൻ പ്രതികൾക്കെതിരെയും കൊലക്കുറ്റമുണ്ട്. മുഴുവൻ പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞിട്ടുള്ളതായിട്ടാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. 1 മുതൽ 15 വരെയുള്ള പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302 വകുപ്പ് പ്രകാരമുള്ള ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റോ ഈ പ്രതികൾക്ക് അർഹമാണ് എന്നുള്ള തരത്തിലേക്കാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. മൃഗീയമായ കൊലപാതകമാണെന്നാണ് പ്രോസിക്യൂട്ടർ ഏറ്റവും അവസാനം. തീർച്ചയായും. കാരണം ഏത് കൊലപാതകങ്ങളും നിഷ്ഠൂരമാണ്. പക്ഷേ ഒരു വാളിനെ അയാളുടെ വീട്ടിൽ കയറി അയാൾ കിടന്നുറങ്ങുന്ന സമയത്ത് വിളിച്ചുണർത്തി അതിമാരകമായ രീതിയിൽ സ്വന്തം പ്രായമായ അമ്മയുടെയും കുഞ്ഞിന്റെയും ഭാര്യയുടെയും മുന്നിൽ വെച്ച് അതിനിഷ്ഠൂരമായി ഏകദേശം 56ഓളം മുറിവുകൾ ഏൽപ്പിച്ച് മുഖം തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിൽ ബലികർമ്മങ്ങൾ ചെയ്യാൻ പോലും ഒരു മുഖം അവശേഷിക്കാത്ത തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയപ്പോൾ അത് അപൂർവമായ കേസാണ് എന്നുള്ള തരത്തിലുള്ള വാദമാണ് ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തിയിട്ടുള്ളത്. തിങ്കളാഴ്ച ഈ കേസിനകത്ത് പ്രതിഭാഗത്തിന് ശിക്ഷയെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ കേട്ടതിന് ശേഷമായിരിക്കും കോടതി ശിക്ഷ എന്താണ് എന്ന് പറയാനുള്ള തീയതി നിശ്ചയിക്കും. അന്വേഷണ സംഘത്തിന്റെയും പ്രോസിക്യൂഷന്റെയും ഒരു വിജയമാണ്. തീർച്ചയായും അന്വേഷണം വളരെ നിഷ്പക്ഷമായ അന്വേഷണമാണ് ഈ കേസിൽ നടന്നിട്ടുള്ളത്. സമഗ്രമായ അന്വേഷണം നടത്തി 176 സാക്ഷികളെയാണ് കുറ്റപത്രത്തിൽ പ്രോസിക്യൂഷന് അണിനിരത്തിയത്. അതിൽ 156 സാക്ഷികളെ കോടതി നിശ്ചയിച്ചു. 1000-ഓളം രേഖകള്, 100-ൽ പരം തൊണ്ടി സാധനങ്ങള്, 6000-ൽ പരം പേജുകളിലുള്ള 313 ചോദ്യങ്ങള്, ഏകദേശം 15,000-ഓളം പേജിലുള്ള സാക്ഷിമൊഴികൾ, വിശദമായ ഒരു തെളിവെടുപ്പാണ് ഈ കേസ് നടന്നത്. ഹിറ്റ് ലിസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാക്കിയ ആളുകളെ വെച്ചിട്ടുണ്ടെന്നും അതിന് ഒരു കൊലപാതകം ഒരു അടിയുണ്ടായാൽ തിരിച്ചടി നടത്തുന്ന രീതിയിൽ ഹിറ്റ് ലിസ്റ്റുകളുണ്ടെന്നൊക്കെ രീതിയിൽ അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ വാർത്ത നടത്തുന്നു. അതൊക്കെ അവയെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേസിനകത്ത് ഇതിന് ആസ്പദമായ മറ്റൊരു സംഭവം, ബൈലാറിൽ നന്ദുകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ കൊലപാതകത്തിന് ശേഷം ഇപ്രകാരം വീണ്ടും ഒരു കൊലപാതകം നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റ്, ആ ഹിറ്റ് ലിസ്റ്റ് കണ്ടെത്തി കഴിഞ്ഞത് ഈ കേസിലെ ഒരു പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ ആ ഹിറ്റ് ലിസ്റ്റ് കണ്ടെത്തി കഴിഞ്ഞു. ആ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞു. മൂന്നാം പ്രതി അനൂപിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത മൊബൈൽ ഫോണിൽ നിന്നും ഇപ്രകാരം തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റ് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തി കഴിഞ്ഞു. അതിൽ ഒന്നാമത്തെ പേരായി കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ കൊല ചെയ്യപ്പെട്ട രഞ്ജിത് ശ്രീനിവാസന്റെ പേര് തന്നെയായിരുന്നു. അത് ധാരാളം പേരുടെ മറ്റു പേരുകൾ ഇനിയുണ്ട്. ഈ കേസിൽ 31 പ്രതികളുണ്ടല്ലോ മൊത്തം. അതിൽ രണ്ടാമത്തെ കുറ്റപത്രത്തിന്റെയും നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഈ കേസിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായ 12 പേരെയും ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്ത 3 പേരും ഉൾപ്പെടെ 15 പ്രതികൾക്കെതിരെയാണ് ആദ്യത്തെ സെറ്റ് കുറ്റപത്രം ഫയൽ ചെയ്തിട്ടുള്ളത്. തുടർന്ന് ഈ കേസിനകത്ത് ഈ കൊലപാതക കുറ്റത്തിന് സഹായികളായി നിന്നവരും ഗൂഢാലോചന പങ്കാളികളായ മറ്റുള്ളവർക്കെതിരെയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം അടുത്ത സമയത്ത് തന്നെ പൂർത്തിയായി റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കുറ്റപത്രം വിഭജിച്ചതുകൊണ്ട് തന്നെ ഈ ആദ്യഘട്ടത്തിൽ വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കാനും പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനും സാധിച്ചു. അത് കുറ്റപത്രം വിഭജിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി കേസിനകത്ത് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായവർക്കെതിരെയുള്ള അന്വേഷണം പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഏജൻസിയുടെ വിജയം. രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ 15 പ്രതികളും കുറ്റക്കാരാണെന്ന് വിധിച്ചിരിക്കുന്നു. ഇപ്പോൾ പ്രോസിക്യൂട്ടറുടെ വാക്കുകളാണ് കേട്ടത്. പ്രതികൾ എല്ലാം SDPI പ്രവർത്തകരാണ്. മുഴുവൻ പ്രതികൾക്കും എതിരെയും കൊലക്കുറ്റം തെളിഞ്ഞിട്ടുണ്ട്, കോടതിക്ക് ബോധ്യമായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ശിക്ഷ പിന്നീട് പറയും. 15 പ്രതികളും കുറ്റക്കാരാണ് എന്നുള്ള കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിഷ്ഠൂരമായ കൊലപാതകമെന്ന് കോടതി പറഞ്ഞു. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും അമ്മയും മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ്, പ്രായമായ അമ്മയുടെയും ഭാര്യയുടെയും കുഞ്ഞിന്റെയും മുന്നിൽ വെച്ചാണ് ഈ നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയത്. അതിൽ ഇപ്പോൾ വന്ന വിധിയിൽ സമാധാനമുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. മുഴുവൻ പേരും കുറ്റക്കാരാണ് എന്ന കോടതി വിധിയിൽ തൃപ്തിയുണ്ട് എന്നാണ് പറഞ്ഞത്.